നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണം, കർമ്മം ശ്രദ്ധിക്കണം, ദേഷ്യപ്പെടുമ്പോൾ പെരുമാറ്റം ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ്, അല്ലാത്തത് നബി തങ്ങൾ പറയൂല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ, എന്റെ വാപ്പ വലിയ ചൂടനാണ് അപ്പൊ ഞാനും ചൂടനാ, അതൊന്നും പറയാൻ നിൽക്കണ്ട, അതൊക്കെ പഴയ വളവാണ്, മാറ്റിക്കോ. സ്വഭാവം നന്നാക്കണം. സ്വന്തം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾ സ്വന്തം സ്വഭാവം സ്വീകരിക്കോ? മുതലാളിനോട് എന്റെ വാപ്പ ചൂടനായപ്പോ ഞാനും ചൂടനാ, പിരിച്ചണ വിടും അല്ലേ? അപ്പൊ എന്താ, നല്ല കുട്ടിയായിട്ട് നിൽക്കൂല അവിടെ പണി തീരുന്നവരെ? എന്നാൽ ആ സ്വഭാവം നന്നാക്കാൻ പറ്റുന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തൂടെ? അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ നല്ല ആള് എന്ന് പറയുന്നത് ആരാ? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ആരാണോ സ്വന്തം കുടുംബത്തോട് വീട്ടുകാരോട് നന്നായി പെരുമാറുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ. എന്തിനാ ഈ പെരുമാറ്റത്തെ പറ്റി പറയണമെന്നറിയോ? നാളെ ഖിയാമത്ത് നാളിൽ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും